അവിടെ ഓരോ മനുഷ്യനും ഈ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരടക്കം സ്വയം രക്ഷാപ്രവർത്തകരാകുന്ന ഏറ്റവും വലിയ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം, മറുഭാഗത്ത് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രി കെ രാജൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ഉദ്യോഗസ്ഥരൊക്കെയും അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. അല്പസമയത്തിനകം മന്ത്രി അടങ്ങുന്ന ഒരു വലിയ സംഘം ചൂരൽമലയിലേക്ക് തിരിക്കുന്നുണ്ട്. രണ്ട് മന്ത്രിമാർ ഇപ്പോൾ പോയിട്ടുണ്ട്, റോഡ് മാർഗം വയനാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എ കെ ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ്. മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, കെ രാജൻ, ഒപ്പം OR കേളു എന്നിവർ അല്പസമയത്തിനകം ഇവിടുന്ന് തിരിക്കുന്നുണ്ട്. അങ്ങനെ നേരിട്ടെത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. പരമാവധി മനുഷ്യരുടെ സഹായം അവിടെ ഏർപ്പാടാക്കുക എന്നതാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം സാധ്യമായ സംവിധാനങ്ങൾ അവിടെ ഏർപ്പാടാക്കുക എന്നതാണ്. ഇത് രണ്ടും ഏറ്റവും കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ടാണ് ഇപ്പോൾ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആദ്യം 16 ആയിരുന്നു. ഇപ്പോൾ ആ കണക്ക് ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കൽപ്പറ്റയിൽ ആശുപത്രിയിലേക്ക് നിരവധി പേരെ മാറ്റിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഇപ്പോൾ വലിയൊരു വിഭാഗം ആളുകളെ, ഗുരുതരമായി പരിക്കേറ്റവരെ മാറ്റാനുള്ള അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ നിലയ്ക്കുള്ള ശ്രമങ്ങളൊക്കെയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പൊതുജനങ്ങൾ ഇപ്പോൾ ആ വഴി സഞ്ചരിക്കരുത്. കാരണം ജനങ്ങളെ ഇപ്പോൾ പരമാവധി ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചവരെ, അവരുടെ ജീവൻ രക്ഷിക്കുന്ന മണിക്കൂറുകളാണ്. അവരെ ഏറ്റവും അടിയന്തരമായി ആശുപത്രികളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് ദയവായി അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കരുത് എന്നത് അറിയിപ്പുകൾ ഇപ്പോൾ എല്ലാ ജില്ലാ അധികൃതരുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക. ഈ നിമിഷം ഒരുപാട് മനുഷ്യരുടെ ജീവൻ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ 10 ജീവനുകൾ കൈവിട്ടു പോയി എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. 8 മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രക്ഷാപ്രവർത്തകർ പറഞ്ഞു. പക്ഷേ അത് 10 എന്ന ഒരു കണക്കും ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ച രക്ഷാപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കനുസരിച്ച് അത് 4. അതിൽ ഒരു പിഞ്ചു കുഞ്ഞടക്കം ഉൾപ്പെടുന്നു എന്ന അതീവ സങ്കടകരമായ സ്ഥിതിയുണ്ട്. പക്ഷേ ആ മരണസംഖ്യ ഉയരാൻ പാടില്ല. ഇനി രക്ഷാപ്രവർത്തനത്തിന്റെ മണിക്കൂറുകളാണ്. ആ രക്ഷാപ്രവർത്തനത്തിന് ഒരു നിലയ്ക്കുള്ള തടസ്സങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴും രക്ഷാപ്രവർത്തകർ ജീവൻ പണയം വെച്ച് നിൽക്കുന്നു എന്നത് വസ്തുതയാണ്. കാരണം അവർ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൺമുന്നിൽ കൂടി മലവെള്ളം ഒലിച്ചു വരുന്ന ദൃശ്യങ്ങൾ, അതായത് 4ാമത്തെ ഉരുൾപൊട്ടൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ചൂരൽമല വാർഡ് മെമ്പർ നൂറുദ്ദീൻ ഇപ്പോൾ നമ്മളോട് ടെലിഫോൺ ലൈനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം 200-ലധികം ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷാപ്രവർത്തകരുമായി നമ്മൾ ഇപ്പോൾ ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ പ്രദേശം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അവിടേക്ക് എത്രയും വേഗം ആളുകൾ എത്തിച്ചേരുമെന്ന വലിയ പ്രതീക്ഷയിലാണ് നമ്മളും ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ദൃശ്യങ്ങളിൽ ഒരു സൈഡിൽ നമുക്ക് കാണാം, നേരത്തെ റഫീഖ് സൂചിപ്പിച്ചതുപോലെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പുഴ ഇത്രത്തോളം പരന്ന് വിസ്തൃതിയിൽ മുന്നോട്ട് അല്ലെങ്കിൽ കുതിച്ചു വരുമെന്ന്. കുത്തൊഴുക്കാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലത്തെ കുത്തൊഴുക്ക് തുടക്കത്തിലെ മണിക്കൂറുകൾ ഉണ്ടായി. പക്ഷേ ഈ പുഴ മുറിച്ച് കടക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി സാധ്യമായി എന്നുള്ളതാണ്. ഈ 4ാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ആ ഒരു ഘട്ടം വരെ പരമാവധി സാധ്യമായി എന്നുള്ളതാണ്. അത് നടന്നു. ഒരു 65 പേരെ രക്ഷപ്പെടുത്തിയതിന്റെ കണക്ക് നേരത്തെ നമ്മളോട് സംസാരിച്ച പ്രദേശവാസികൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് പുഴ മുറിച്ചു കടന്ന് പരമാവധി രക്ഷാപ്രവർത്തകർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ അതിനനുസരിച്ച് വേണം. അതും ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ആംബുലൻസുകൾക്ക് ഗതാഗത തടസ്സം വളരെ രൂക്ഷമാണ്. അപ്പോൾ ചെറിയ ആംബുലൻസുകൾക്ക് ഇപ്പോൾ കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ഈ മേലെ മുണ്ടക്കൈ പ്രദേശത്തേക്ക് മല കയറി പോകുന്ന ഇടത്താണ് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്, മരം വീണിരിക്കുന്നത്. അതുവഴി ഒരു നിലയ്ക്കും വാഹനത്തിന് ആ വഴി പോകാൻ കഴിയുന്നില്ല. പക്ഷേ സമാന്തരമായി മറ്റൊരു വഴിയിൽ കൂടി മെഡിക്കൽ ടീം അടക്കം ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, വാർഡ് മെമ്പർ നൂറുദ്ദീൻ, അദ്ദേഹത്തിനൊപ്പം 200-ലധികം പേർ അവിടെ മസ്ജിദ് പരിസരത്ത് പുഞ്ചിരിമട്ടം പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വിവരം. അവിടേക്ക് രക്ഷാപ്രവർത്തകർ പുറപ്പെട്ടിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? രക്ഷാ പ്രവർത്തകർക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും NDRFിന്റെയും അതോടൊപ്പം അതിവിദഗ്ധരായിട്ടുള്ള രക്ഷാപ്രവർത്തകരുടെയും ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ നടക്കുന്നത്. പ്രധാനമായും NDRF
ഈ കര കവിഞ്ഞൊഴുകുന്ന ഈ പുഴ വെള്ളാർ മലയിലെ ഈ സ്കൂൾ സമീപത്തെ ഈ പുഴ മറികടന്ന് അവിടേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവിടേക്ക് എത്തി വേണമെന്ന് പ്രതീക്ഷിക്കാൻ അവർ അവിടെ തുടർച്ചയായ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലത്ത് വളരെ ഭയാശങ്കകളോടുകൂടി കഴിയുകയാണ്. അവരെ പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ശ്രമകരമായ ഒരു ദൗത്യം വേണ്ടിവരും. ഇപ്പോൾ തന്നെ ഈ ചൂരൽമല ഭാഗത്തു നിന്ന് തന്നെ ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ ഇവിടെ തന്നെ ഈ രീതിയിൽ കുടുങ്ങിക്കിടക്കുകയും രക്ഷപ്പെടുത്തേണ്ട സാഹചര്യവുമുണ്ട്. അതോടൊപ്പം മുകൾ ഭാഗത്തേക്ക് എത്തി അവിടെയും ഈ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. വലിയ ഗുരുതരമായ സാഹചര്യം ഈ മുണ്ടക്കയിലുണ്ട്. അവിടെ അട്ടമല, മുണ്ടക്കൈ തുടങ്ങി നേരെ മുണ്ടക്കൈ, മറ്റു തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം ഈ രീതിയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമകരമായ ദൗത്യമാണ് NDRF-നും രക്ഷാപ്രവർത്തകർക്കും പൂർത്തീകരിക്കാനുള്ളത്. അതോടൊപ്പം പരിക്കേറ്റവരെ യഥാസമയം അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കൂടുതൽ പേർ അവരെ കാണാതായിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധനകളും മറ്റുമാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ ആധുനിക സജ്ജീകരണങ്ങളുമായി മറ്റും മുകളിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടെ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ പലരും അതീവ ഗുരുതരമായ പരിക്കേറ്റവരിൽ പലരുടെയും നില നമുക്ക് അതിസങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നാണ് നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അനൂപ്, ഈ 4ാമത് ഉരുൾപൊട്ടൽ ഉണ്ടായല്ലോ, ആ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചൂരൽമല ഭാഗത്ത് കാര്യക്ഷമമായി തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പൂർണ്ണമായും മണ്ണും മരങ്ങളും ഇവിടെ പാറക്കൂട്ടങ്ങളും എല്ലാം മാറ്റിയാൽ മാത്രമാണ് നമുക്ക് പുഴയ്ക്കരികിൽ എത്തുകയും പുഴയ്ക്കരികിൽ നിന്ന് നമുക്ക് ചുരുമറ്റം അല്ലെങ്കിൽ മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് എത്താൻ സാധിക്കൂ. ഏതായാലും 4ാമത് ഉരുൾപൊട്ടൽ ഉണ്ടായി വലിയ ഒരു മണ്ണിടിച്ചിലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഈ പുഴ കരകവിഞ്ഞൊഴുകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്പസമയം മുൻപുണ്ടായിരുന്നു. ആ സമയത്ത് രക്ഷാപ്രവർത്തകർ അല്പസമയം മാറി നിന്ന് വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ചേമ്പ്ര മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം അകലെയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ചേമ്പ്ര മലയ്ക്ക് താഴെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശക്തമായ മഴയിൽ ഈ മേപ്പാടി വൈത്തിരി താലൂക്കിലെ ഈ മേപ്പാടി, മൂസൈനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മണ്ണിടിച്ചിൽ നേരത്തെ തന്നെ പല മേഖലകളിലും ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും ചൂരൽമലയിൽ ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ ശക്തമാവുകയാണ്. മലമുകളിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കുകയാണ്.